എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോട്ട് എയർഡോപ്സ് 111 ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് വന്നൊരു കമന്റ് ആണ് 161ഉം 181ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്നെണ്ണം കൂടി വെച്ചിട്ട് ഒരുമിച്ച് കമ്പയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 161 വാങ്ങിച്ചാലാണോ, ഇനി അതല്ല 111 വാങ്ങിച്ചാലാണോ, ഇനി അതല്ല 181 വാങ്ങിച്ചാലാണ് നമുക്ക് വർത്ത് ബൈങ് ആകുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ മൂന്ന് പ്രോഡക്റ്റുകൾ തമ്മിലുള്ളൊരു ഡിഫറൻസ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 1499 രൂപയായിരുന്നു 181 ആദ്യം ലോഞ്ച് ആയ സമയത്ത്. പിന്നെ അത് 1799 ബോട്ടിലും അതുപോലെ തന്നെ 1699 ആമസോണിലും കിട്ടുന്നുണ്ട്. എയർഡോപ്സ് 161 നോക്കുവാണെങ്കിൽ 999 രൂപയ്ക്കാണ് ഇറങ്ങിയത്, എന്നാൽ ഇപ്പോൾ അതിന് 1299 രൂപയാണ്. 111 വരുവാണെങ്കിൽ 1299 രൂപയായിരുന്നു, ഇപ്പോൾ അത് 1499 മാറിയിട്ടുണ്ട്. ഞാൻ ഇവരുടെ തന്നെ, അതായത് 111ഉം 161ഉം തമ്മിലുള്ള കമ്പാരിസൺ തന്നെ പറഞ്ഞാണ് ഇപ്പോഴത്തെ ഈ ഒരു കമ്പനിക്കാരുടെ സ്ട്രാറ്റജിയാണ്. ആദ്യം അങ്ങോട്ട് കാശ് കുറച്ചിറക്കും, ആ സമയത്ത് നമ്മൾ എല്ലാവരും വാങ്ങിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൂട്ടും. ഈ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ എല്ലാത്തിലും, ഇവർ മാത്രമല്ല എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. സ്പിരിറ്റ് വൈറ്റ്, കാർബൺ ബ്ലാക്ക്, കൂൾ ഗ്രേ, ബോൾഡ് ബ്ലൂ എന്നിങ്ങനെ 4 കളേഴ്സിലാണ് എയർഡോപ്സ് 181 ലഭ്യമാകുന്നത്. പെബിൾ ബ്ലൂ, കൂൾ സഫയർ, പേൾ വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിൽ 161 ലഭ്യമാകുന്നു. കാർബൺ ബ്ലാക്ക്, സ്നോ വൈറ്റ്, ഓഷൻ ബ്ലൂ, സാൻ പേൾ എന്നിങ്ങനെ 4 കളേഴ്സിൽ 111, അതായത് 181ഉം 111ഉം 4 കളേഴ്സിൽ അവൈലബിൾ ആകുമ്പോഴത്തേക്ക് എയർഡോപ്സ് 161 3 കളേഴ്സിൽ മാത്രമേ ഉള്ളൂ. ഇനി ഫിസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഷേപ്പിൻ്റെ കാര്യത്തിൽ 161ഉം 111ഉം ഒരേപോലെയൊക്കെ ഇരിക്കുമെങ്കിലും 181 എന്ന് പറഞ്ഞ ഒരു പെബിൾ ഷേപ്പിൽ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിലാണ് വരുന്നത്. അതേപോലെ തന്നെ വെയിറ്റ് നല്ല കുറവാണ് 181ൽ. ഇതിനകത്ത് നമുക്ക് റേറ്റ് ചെയ്യാമെങ്കിൽ ഒന്നാമത് നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു 181 തന്നെയാണ് ഡിസൈനിൻ്റെ കാര്യത്തിൽ. എന്തായാലും ഈ മൂന്നെണ്ണത്തിലും ഏറ്റവും മുന്നിലായിട്ട് നമ്മുടെ ബോട്ടിൻ്റെ ലോഗോ ഉണ്ട്, തൊട്ട് അടിയിലായിട്ട് LED ഇൻഡിക്കേറ്ററും ടൈപ്പ് സി പോർട്ടും ഒക്കെ ഉണ്ട്. കൂടാതെ 181ൽ എക്സ്ട്രാ കാണുന്ന ഒരു സാധനമാണ് റീസെറ്റ് ബട്ടൺ. ഈ ഒരു 111ഉം 161ലും അതില്ല, എന്നാൽ ഇവിടെ 181ൽ ആ ഒരു റീസെറ്റ് ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാം ഒരു ഗ്ലോസി ഫിനിഷ് ഡിസൈനൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, പവർ ബാങ്ക് കൂടിയിട്ടാണ്. 300 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് 181ൽ, അതേപോലെ തന്നെ 300 mAh ആണ് 161ലും. എന്നാൽ എയർഡോപ്സ് 111ൽ അത് 350 mAhലോട്ട് മാറുന്നു. 20 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം 181ൽ പറയണത് ആ 300 mAhൽ നിന്നും. എന്നാൽ എയർഡോപ്സ് 161ൽ 300 mAhൽ നിന്നും 17 മണിക്കൂറും 111ൽ നോക്കുവാണെങ്കിൽ നമുക്ക് 28 മണിക്കൂറും പറയുന്നുണ്ട്. 1.5 hours തന്നെയാണ് ചാർജിങ് ടൈം ഈ മൂന്നെണ്ണത്തിലും പറഞ്ഞിട്ടുള്ളത്. കൂടാതെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ 181ൽ 90 മിനിറ്റും, അതായത് 1.5 മണിക്കൂറും. കൂടാതെ എയർഡോപ്സ് 161ൽ നോക്കുവാണെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് 180 മിനിറ്റ് കിട്ടുന്നു, 3 മണിക്കൂറാണ് കിട്ടുന്നത്. എയർഡോപ്സ് 111ൽ നോക്കുവാണെങ്കിൽ 1.5 മണിക്കൂർ നമ്മുടെ 181 പോലെയാണ് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എയർഡോപ്സ് 111ലാണ്, എന്നാൽ ഏറ്റവും കുറവ് കിട്ടുന്നത് 161ലുമാണ്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി, എസാപ്പ് ചാർജിങ് ടെക്നോളജി നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് 3 മണിക്കൂർ 161ലാണ്. മറ്റേ രണ്ടും എയർഡോപ്സ് 181ഉം 111ഉം പിറകിൽ നിൽക്കുവാണ്, അതായത് 90 മിനിറ്റ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതിൻ്റെ ഇരട്ടി കിട്ടുവാണ് നമ്മുടെ 161ൽ. ഇനി നമ്മുടെ ഇയർബഡുകൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ മൂന്നും യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാം ആ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ആണ്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു 181ലാണ്. കൂടാതെ ആ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഒരു ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രീൻ ആണെങ്കിൽ പോലും ഒരു ലൈറ്റ് ഗ്രീൻ ഫ്രണ്ടിൽ ടിപ്പിൽ വന്നിട്ട് നമ്മുടെ നോർമൽ ആ ഒരു ഗ്രീൻ കളർ വരുമ്പോഴത്തേക്ക് ഒരു ഡ്യുവൽ കളർ വന്നപ്പോഴത്തേക്ക് നല്ല ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് കണ്ണിന് തന്നെ നല്ല രീതിക്ക് ഒരു ആസ്വാദകരമായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് ഡിസൈൻ ആണെങ്കിലും ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ 111 161 ഞാൻ ഓൾറെഡി മറ്റേതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 111 നോക്കുവാണെങ്കിൽ ആപ്പിൾ എയർപോഡ്സ് പ്രോയും പിന്നെ എക്സ്പോർട്സും ഒക്കെ തമ്മിലുള്ളൊരു കോമ്പിനേഷനും, നമ്മുടെ 161 നോക്കുവാണെങ്കിൽ ആപ്പിൾ എയർപോഡ്സ് പ്രോ എവിടെയൊക്കെ ഒരു ഡിസൈനും ഒക്കെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു 181 എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഈ ഒരു ഡിസൈൻ ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ ഒരു 181 നമുക്ക് ലഭ്യമാകുക. കൂടാതെ 161ഉം 10mm ആണ്. എന്നാൽ 111 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് 13mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്. 3mm കുറച്ച് കൂടുതലാണ് ഈ ഒരു 111ൽ. 35 mAh ബാറ്ററി കപ്പാസിറ്റി 181ലുണ്ട്, 40 mAh ബാറ്ററി കപ്പാസിറ്റി വീതം 161ലും 111ലും ഉണ്ട്. ഈ ഒരു ഇയർബഡുകളിൽ 2.9 ഗ്രാംസ് മാത്രമാണ് വെയിറ്റ് 181ൻ്റെ. അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ 161ൽ മെൻഷൻ ചെയ്തിട്ടുള്ള എത്ര വെയിറ്റ് എന്നുള്ളത്
ട്രിപ്പിൾ വണ്ണിൽ പക്ഷേ 3.8 ഗ്രാംസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ മറ്റേ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി 40 mAh ആണ് നമ്മുടെ 161 അപ്പോൾ ഈ ഒരു 3.8 അകത്തെ ഉണ്ടാവത്തുള്ളായിരിക്കാം. 4 hours സിംഗിൾ ചാർജിൽ നമുക്ക് 181 ലഭ്യമാകുമ്പോൾ 5.5 to 6 hours എയർഡോപ്സ് 161 7 hours സിംഗിൾ ചാർജിൽ നമ്മുടെ ട്രിപ്പിൾ വണ്ണിലും ലഭ്യമാകുന്നു. ഇതിലും ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 161 ട്രിപ്പിൾ വണ്ണിലും 40 mAh ഇതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത് നമ്മുടെ എയർഡോപ്സ് ട്രിപ്പിൾ വണ്ണിലാണ്. കംഫർട്ടിന്റെ കാര്യത്തിലും വേറെ ഒരു പ്രശ്നവുമില്ല, എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ടും ഉണ്ടായില്ല. ട്രിപ്പിൾ വണ്ണും നമ്മുടെ 161 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്പിൾ വൺ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു എന്നുള്ളത്. എന്നാൽ ഇന്നലെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഞാൻ നമ്മുടെ 161 വെച്ചിട്ടാണ് കുറേ നേരം നമ്മുടെ എന്താ പറയുക ബെഡിൽ കിടന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് വീഡിയോ കണ്ടത്, അതുപോലെ തന്നെ മ്യൂസിക് കേട്ടത്. പെർഫെക്റ്റ് ആയിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല, ഡിസ്കംഫർട്ടേ ഇല്ലായിരുന്നു ഈ ഒരു 161 അതേപോലെ തന്നെ 181 ഞാൻ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വേറെ ഒരു പ്രശ്നവും ഇല്ല ആ ഒരു കാര്യത്തിൽ. ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ 5.2 ആണ് 181 161 ട്രിപ്പിൾ വണ്ണിലും വരുമ്പോഴത്തേക്ക് അത് 5.1 മാറുന്നു. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ 181 വരുമ്പോഴത്തേക്ക് 161 IPX5 ആണ്. എന്നാൽ ട്രിപ്പിൾ വണ്ണിൽ ആ ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡ്രിസ്ലിങ്ങിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 181 161 നമുക്ക് വളരെ പേടിക്കാണ്ട് കൊണ്ടുപോകാം. ട്രിപ്പിൾ വൺ നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മടക്കി പോക്കറ്റിൽ വെക്കേണ്ട അവസ്ഥ വരും. ഇനി ഈ ഒരു എയർഡോപ്സ് 181 നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബീസ്റ്റ് മോഡ് ഉണ്ട്, കൂടാതെ ENX ടെക്നോളജി ഉണ്ട്. എന്താണ് ENX ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ENC എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ നമ്മുടെ ബോട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ENX ടെക്നോളജിയിലേക്ക് വരുന്നു. കൂടാതെ ബീസ്റ്റ് മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം മോഡ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ് എന്ന് മറ്റുള്ളതിൽ കാണുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് അത് ബീസ്റ്റ് മോഡിലേക്ക് വരുന്നു. 60 ms ലോ ലേറ്റൻസിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എന്നാലും ഞാൻ പറയുന്നത് നമ്മുടെ 181 വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയും ആ ഒരു 60 ms പെർഫോമൻസ് ഒന്നും കാണുന്നില്ല. കൂടാതെ ഇതിലുള്ളൊരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ബീസ്റ്റ് മോഡ് ഓൺ ആക്കിയിട്ട് പോലും നമുക്ക് വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ചെറിയൊരു ഡിലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബീസ്റ്റ് മോഡ് എയർഡോപ്സ് 181 ഇനി എൻ്റെ ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് എന്തായാലും അതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. IWP ടെക്നോളജി, ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി ഈ 3 പ്രോഡക്റ്റുകളിലുണ്ട്. അത് ആദ്യമേ പറയേണ്ടതാണ്, വിട്ടുപോയി. അതായത് നമ്മൾ ഏത് ഡിവൈസിലാണോ ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് കണക്റ്റഡ് ആകും. ഒരു വർഷം തന്നെയാണ് ഈ 3 പ്രോഡക്റ്റുകൾ നമുക്ക് ലഭ്യമാകുന്ന വാറണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ പ്രോഡക്റ്റുകളിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൈക്ക് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ബാക്ക് ടു ബാക്ക് കേൾക്കാം, അതിനുശേഷം മ്യൂസിക് ക്വാളിറ്റി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എയർഡോപ്സ് 181 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. എന്നാലും ഇനി നിങ്ങൾ അങ്ങോട്ട് 161 ട്രിപ്പിൾ കേൾക്കും. അപ്പൊ അത് ഏതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 161 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലി സംസാരിക്കുവാണ്. ഇൻസൈഡിനകത്ത് ആ ഒരു 161 ആ ഒരു ക്വാളിറ്റി എങ്ങനെ ഉണ്ട്, 181 ആണോ അതല്ല 161 ആണോ ബെറ്റർ, എന്തായാലും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പൊ എന്തായാലും കമന്റ് ഇടാൻ വരട്ടെ. എന്തായാലും ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എയർഡോപ്സ് ട്രിപ്പിൾ വണ്ണിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. 161 ആണോ അതല്ല ട്രിപ്പിൾ വൺ ആണോ, ഇനി അതല്ല 181 മൈക്ക് ക്വാളിറ്റി ആണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇൻസൈഡില്? എന്തായാലും ഈ 3 എണ്ണത്തിൽ ഏതാണ് നിങ്ങൾക്ക് തോന്നിയത് അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മൈക്ക് ക്വാളിറ്റി ഈ 3 പ്രോഡക്റ്റുകളുടെയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 3 എണ്ണം കേട്ടപ്പോഴത്തേക്കും എല്ലാം ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കാം. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ട്രിപ്പിൾ വണ്ണിൽ എടുത്ത് പറയേണ്ട ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിനകത്ത് SBC കോഡൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാൽ 181 161 നമുക്ക് AAC കോഡൊക്കെ ഉണ്ട്. പക്ഷേ പാട്ട് കേട്ട സമയത്ത് എനിക്കുണ്ടായ അനുഭവം പറയുവാണെങ്കിൽ ഓഫ് കോഴ്സ് എയർഡോപ്സ് ട്രിപ്പിൾ വണ്ണിൽ നിന്ന് കേൾക്കുന്നത് നല്ല ബേസ് ലൗഡ് ആയിട്ടുള്ളതായിരിക്കും. കാരണം അതിൽ 13 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്. എന്നാൽ 10 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ എയർഡോപ്സ് 181 161 അത്രയും അങ്ങോട്ട് ലൗഡ് ഇല്ല. പക്ഷേ 100% നമുക്ക് ഈ 2 പ്രോഡക്റ്റുകളിലും പാട്ട് കേൾക്കാൻ പറ്റും. ഇതിനകത്ത് ഭയങ്കര ലൗഡായിട്ട് എനിക്ക് ട്രിപ്പിൾ വണ്ണിൽ തോന്നിയെങ്കിൽ അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ 161 നിൽക്കും. അതിനും തൊട്ട് താഴെയായിട്ട് മാത്രമേ നമ്മുടെ 181 നിൽക്കത്തുള്ളൂ. കാരണം എനിക്ക് മ്യൂസിക് ക്വാളിറ്റി ഭയങ്കരമായിട്ടൊരു ഫീലൊന്നും ഈ ഒരു 181 തോന്നില്ല. പക്ഷേ ഏതൊരു പാട്ടും നമുക്ക് 100% വേണമെങ്കിലും ഇതിൽ കേൾക്കാൻ പറ്റും. ഞാൻ 181 വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഗെയിമൊക്കെ നമുക്ക് 100% ഇട്ടിട്ട് കളിച്ചാൽ പോലും വലിയൊരു ഡിസ്റ്റർബൻസ് ഒന്നും തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക പതിഞ്ഞ സൗണ്ടാണ് ആക്ച്വലി 181 നിന്ന് ലഭ്യമാകുന്നത്. പക്ഷേ ക്വാളിറ്റി ലോസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ചെറിയൊരു എൻഹാൻസ് സംഭവം ഉണ്ടല്ലോ, അത് ഒത്തിരി കുറച്ചിട്ടാണ് നമ്മുടെ 181 വന്നിരിക്കുന്നത്. 161 കുറച്ചുകൂടി മുന്നിലാണ്.
എന്നാൽ നമ്മുടെ 111 വരുമ്പോഴത്തേക്ക് നല്ല ബെറ്റർ ആയിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 13mm ഡൈനാമിക് ഡ്രൈവേഴ്സ് കൂടി ഉള്ളതുകൊണ്ട്. AAC കൂടി ഉണ്ടായിരുന്നെങ്കിൽ എയർഡോപ്സ് 111 എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല വർത്ത് ബൈങ് ആയെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. എന്തായാലും ബേസ് ലവേഴ്സിനായാലും ഇനി അതല്ല നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടൊക്കെ കേൾക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഈ 3 പ്രോഡക്റ്റുകളും വേറെ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെടും. ഈ ഒരു 1000 രൂപ അല്ലെങ്കിൽ 1290 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ. ഇനി നമ്മുടെ ഗെയിം കളിക്കുന്നതിന്റെ കാര്യം ഞാൻ ഓൾറെഡി 181ന്റെ പറഞ്ഞു കഴിഞ്ഞു. 161 111 ഞാൻ എന്താ പറയുക ബീസ് മോഡൊന്നും ഇല്ല, എന്നിട്ട് പോലും നല്ല അത്യാവശ്യം ഓക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 181ൽ നമ്മൾ ബീസ് മോഡ് ഓൺ ആക്കിയിട്ട് കളിക്കുന്ന രീതിക്ക് 161ലും 111ലും കളിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും 181ൽ ഈ ഒരു 60ms എന്ന് പറയുന്നത് എവിടെയാണ് എന്താണെന്നും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ആ ഒരു 60ms ഒന്നും തന്നെ പെർഫോമൻസ് 181 കാണിക്കുന്നില്ല. വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ഞാൻ പറയുന്നത് 161 അല്ലെങ്കിൽ 111ലേക്ക് പോവുക. 181 ആ ഒരു ഡിസൈനൊക്കെ വെച്ചിട്ട് മാത്രം നിങ്ങൾ നോക്കുന്നെങ്കിൽ കൊള്ളാം. ഇനി അതല്ല മ്യൂസിക് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ആ ഒരു കേട്ട മൈക്ക് ക്വാളിറ്റി ഒക്കെ മതി, അതിലാണെങ്കിൽ മാത്രം 181ലേക്ക് പോവുക. 1699 രൂപയ്ക്ക് അല്ലെങ്കിൽ 1790 രൂപയ്ക്ക് ഒരിക്കലും ഈ ഒരു 181 വർത്ത് ബൈങ് ആകില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. വെറുതെയാണ് ഇത്രയും കാശ് അവർ കൂട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ 2.9 ഗ്രാംസ് വെയിറ്റ് അല്ലെങ്കിൽ അതായത് വെറും ലൈറ്റ് വെയിറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് വാങ്ങിക്കാനേ ഉള്ളൂ. അല്ലാണ്ട് ഒരു അഡ്വാൻറ്റേജസും ഈ ഒരു എയർഡോപ്സ് 181 വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടില്ല. പക്ഷേ 161 ആണെങ്കിലും 111 ആണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഗെയിമിങ്ങിന് ഒരു ബീസ് മോഡ് ഉണ്ടെങ്കിൽ ഒരു ENX ടെക്നോളജി എഴുതിയേക്കുന്നതുകൊണ്ട് മാത്രം എയർഡോപ്സ് 181 പോകേണ്ട ആവശ്യമില്ല. ഈ 3 പ്രോഡക്റ്റുകളിൽ ഞാൻ ഏത് വാങ്ങിക്കുമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഒരു 999 രൂപയ്ക്ക് 161 കിട്ടുവാണെങ്കിൽ അതങ്ങോട്ട് വാങ്ങിക്കും. ഇനി അതല്ല 111 അത്യാവശ്യം ഇതുപോലെ 999 രൂപയ്ക്കോ അല്ലെങ്കിൽ 1790 രൂപയ്ക്കോ കിട്ടുമെങ്കിൽ അതും വാങ്ങിക്കും. പക്ഷേ ഡിസൈനിൽ ഞാൻ വെച്ച് നോക്കുവാണെങ്കിൽ 181 ആയിരിക്കും വാങ്ങിക്കുക, ഒരു 1290 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ. ഇത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ 161 ആണോ 111 ആണോ 181 ആണോ നിങ്ങൾക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുക എന്നുള്ളൊരു ഏകദേശ ധാരണ ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ രജിസ്റ്റർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.